ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ലിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈ ലാസ്റ്റ് ഡച്ചസ് ബൈ റോബർട്ട് ബ്രൗണി. മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്നത് ഒരു ഡ്രമാറ്റിക് മോണോലോഗാണ്. ദ പോം ടോക്സ് അബൌട്ട് ദി ഡ്യൂക്ക് ആൻഡ് ഹിസ് ലാസ്റ്റ് ഡച്ചസ്. ദ ഡ്യൂക്ക് ഓഫ് ഫെറാറ കൺട്രോൾ ഹിസ് വൈഫ് ഇൻ മെനി വേസ്. അപ്പം ഈ ഒരു പോം ഡ്രാമാറ്റിക് മോണോലോഗാന്ന് പറഞ്ഞു. ഡ്രാമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്പീക്കറുണ്ട്. നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത് ഡ്യൂക്കാണ്. അപ്പോൾ സ്പീക്കർ ഒരു ലിസണറിനെ അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതാണ് ഡ്രാമാറ്റിക് മോണോലോഗ്. അപ്പോൾ ഇവിടുത്തെ ലിസണർ ഒന്നെങ്കിൽ സൈലൻ്റ് ആണ്. അപ്പം ഡ്യൂക്ക് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഡച്ചസിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഒരു പോർട്രേറ്റ് ഉണ്ട് ലാസ്റ്റ് ഡച്ചസിൻ്റെ. അത് സൈലൻറ്റ് ലിസണറിനോട് പറയുവാണ് അതിനെക്കുറിച്ചിട്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇപ്പം തുടങ്ങുന്നത് തന്നെ. നോക്കിക്കുക, എൻ്റെ ലാസ്റ്റ് ഡച്ചസ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നു, ജീവിച്ചിരിക്കുന്ന പോലെ തന്നെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇപ്പം തുടങ്ങുന്നത്. ആ പോർട്രേറ്റ് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫാറ പാൻഡോൾഫ് ആണ്. അപ്പം ആ ലാസ്റ്റ് ഡച്ചസിന് ഒരു നല്ല സന്തോഷകരമായ മുഖമാണുള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് മാത്രമല്ല എന്നും പറയുന്നുണ്ട്. മേ ബി ഷീ വാസ് ബ്ലഷ്ഡ് ബൈ ദ ഫ്ലട്ടേഷൻ ഓഫ് ഫാറ പാൻഡോൾഫ്. മേ ബി അവൾ ഇത്രയും സന്തോഷകരമായുള്ള മുഖം ഉള്ളത് ചിലപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫാറ പാൻഡോൾഫ് ഒരു പ്രീസ്റ്റാണ്. അപ്പോൾ ഫാറ പാൻഡോൾഫ് ചിലപ്പം അവളെ ഒന്ന് ഫ്ലർട്ട് ചെയ്യാൻ വല്ലതും പറഞ്ഞതുകൊണ്ടായിരിക്കും അവൾക്ക് ഇത്രയും മുഖത്തൊരു ബ്ലഷ്. അപ്പം ഇത്രയും അവൾക്ക് ചെറിയ കാര്യം മതി അവളെ ബ്ലഷ് ആക്കാനായിട്ട്. അപ്പം ചിലപ്പോൾ അവളുടെ കയ്യിലുള്ള ഷോള് അവളുടെ റിസ്റ്റിനെ കുറേ കവർ ചെയ്യുന്നു എന്ന് ഫാറ പാൻഡോൾഫ് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് ഭയങ്കര അവൾക്ക് അതൊരു ഫ്ലർട്ടിങ് വേർഡ്സ് ആയിട്ടാണ് അവൾ കാണുന്നത്. അത് അവളെ ബ്ലഷ് ആക്കുന്നു. ഡ്യൂക്ക് മാത്രമായിരിക്കണം അവളെ ഹാപ്പി ആക്കേണ്ട ആൾ. വേറെ ആരും അവളെ ഹാപ്പി ആക്കാൻ പാടില്ല. ഡ്യൂക്കിന് മാത്രമേ അവളെ ഹാപ്പി ആക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഡ്യൂക്ക് പറയുന്നത്. ഡ്യൂക്ക് പിന്നെ അവളുടെ സ്പോട്ട് ഓഫ് ജോയിനെ പറ്റി പറയുന്നുണ്ട്. അവളുടെ ചീക്കിലുള്ള സ്പോട്ട് ഓഫ് ജോയിനെ പറ്റി. അവൾ എല്ലാത്തിനെയും ഈക്വലി ആയിട്ടാണ് വാല്യൂ ചെയ്തത്. അതായത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈക്വലി എല്ലാത്തിനെയും അവൾ ഈക്വലി വാല്യൂ ചെയ്യുന്നു. അവളുടെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്ത ജ്വല്ലറി, പിന്നെ സൺസെറ്റ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില റാൻഡം ഫൂൾസ് ഉണ്ടല്ലോ, ഈ ഫൂൾസൊക്കെ വന്ന് അവൾക്ക് ഈ ഓർക്കിഡിൽ നിന്നും ബ്രാഞ്ച് ഓഫ് ചെറീസൊക്കെ പറിച്ചു കൊടുത്താൽ പിന്നെ അവൾ ടെറസിൽ വൈറ്റ് മോളിനെ ഓടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വലിയാണ് സന്തോഷം. അതായത് ഈ കാര്യങ്ങളൊക്കെ അവൾ ഈക്വലിയാണ് ഹാപ്പി ചെയ്യുന്നത്. എല്ലാത്തിനെയും അവൾ ഈക്വലിയാണ് വാല്യൂ ചെയ്യുന്നത്. ഷീ ഡിഡിൻ വാല്യൂ ദ ഗിഫ്റ്റ് ഹെർ ഹസ്ബൻഡ് ഗേവ് ഹർ. അവളുടെ ഹസ്ബൻഡ് കൊടുത്ത ഗിഫ്റ്റിനെയൊന്നും അങ്ങനെ വാല്യൂ ചെയ്യുന്നില്ല. ഡ്യൂക്ക് പറയുന്നത് പിന്നെ അയാൾ ഒരു 900 ഇയർ ഓൾഡ് നെയിമാണ് അവൾക്ക് ഗിഫ്റ്റ് ചെയ്തത്. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു വെൽ നോൺ ഫാമിലിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതേപോലെ അദ്ദേഹം ഒരു എൻറ്റൈറ്റൽ അരിസ്റ്റോക്രാറ്റാണ്, അറിയപ്പെടുന്ന ഒരു അരിസ്റ്റോക്രാറ്റൊക്കെയാണ്. അവളെ ഇങ്ങനെ കല്യാണം കഴിച്ചതിലൂടെ ഒരു ഡച്ചസ് എന്ന് പറയുന്ന അത്രയും പദവിയുള്ള നെയിമാണ് അയാൾ ഗിഫ്റ്റ് ചെയ്തത് അല്ലേ. അത്രയും 900 വർഷം പഴക്കമുള്ള ഒരു പേരാണ് കൊടുത്തത്. അവരറിയപ്പെടുന്ന ഫാമിലിയൊക്കെയാണ്. പക്ഷേ അവൾ അതിനെ ആ നെയിമിനെ എല്ലാത്തിനെയും പോലെ ഈക്വലിയാണ് വാല്യൂ ചെയ്യുന്നത്. അത്രയും അവൾ ഒരു കൂടുതൽ വാല്യൂ ഒന്നും ചെയ്യുന്നില്ല. എല്ലാത്തിനെയും ഒരു ചെറിയ കാര്യങ്ങളിൽ പോലും ഈ ചെറിയ കാര്യത്തിനെ അവൾ ഈ ഒരു വലിയ പേരിനെയൊക്കെ അവൾ ഈക്വലിയാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്യൂക്കിന് ഇത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവളുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അയാൾക്ക് അവളോടൊപ്പം താഴാനായിട്ട് അത്ര ഇഷ്ടമല്ല. അതായത് ഹീ ഡിഡിൻ സ്റ്റൂപ്പ് ടു ഡിസ്കസ് വിത്ത് ഹെർ. അദ്ദേഹത്തിന് അവളുടെ ഈ ബിഹേവിയറിനെ അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഡിസ്കസ്റ്റഡ് ബിഹേവിയറാണ് അവളുടെ. അദ്ദേഹം ഒരു ഡ്യൂക്കാണ് അല്ലേ, ഇത്രയും അറിയപ്പെടുന്ന ഡ്യൂക്കാണ്. അദ്ദേഹം ഇപ്പോൾ വിചാരിച്ചിരുന്നത് അവളുടെ ലെവലിലേക്ക് സ്റ്റൂപ്പ് ചെയ്യാനായിട്ട്, ഇത്ര താഴുന്നത് ഒരു അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത്ര വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഡ്യൂക്ക് പറയുന്നത്
അവളുടെ അരികിലൂടെ ഇയാൾ പാസ് ചെയ്ത് പോകുമ്പോൾ വെന്നെവർ ഹീ പാസസ് ടു ഹെർ ഒരു പ്ലസൻറ്റ് സ്മൈല് കൊടുക്കാറുണ്ട് നമ്മുടെ ഡച്ചസ്. അപ്പം പിന്നീടാണ് നമ്മുടെ ഡ്യൂക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും ഈ സെയിം സ്മൈല് തന്നെയാണ് അവൾ കൊടുക്കുന്നത്. അപ്പം ഡ്യൂക്കിന് കൊടുക്കുന്ന ഈ സെയിം പ്ലസൻറ്റ് സ്മൈല് തന്നെയാണ് ബാക്കിയുള്ളവർക്കും കൊടുക്കുന്നത്. അതായത് അവിടുത്തെ സെർവൻസ്, ഓജിയർ, അവിടുത്തെ ആരെ കണ്ടാലും അവൾ ഈ ഒരു സെയിം സ്മൈല് തന്നെയാണ് കൊടുക്കുന്നത്. ഹീ ദെൻ ഗേവ് കമാൻഡ്സ്. പിന്നെ ഒരു കമാൻഡ് അങ്ങോട്ട് കൊടുത്തു ഡ്യൂക്ക്. ദെൻ ഓൾ സ്മൈൽ സ്റ്റോപ്പ് ടുഗദർ. എല്ലാ ചിരി ഒരുമിച്ച് നിന്നു എന്നാണ് പറയുന്നത്. നൗ ഷീ ഈസ് ഇൻ പോർട്രേറ്റ്. ഇപ്പോൾ അവൾ എന്താണ് ഒരു ഭിത്തിയിലെ ഒരു പടവായി മാറിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അലൈവ് ആസ് ഷീ ഈസ്, ജീവിച്ചിരിക്കുന്ന പോലെ. ദ ഡ്യൂക്ക് ക്യാൻ കൺട്രോൾ ഹെർ പെയിൻറ്റിങ്. നൗ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഡ്യൂക്കിന് നേരത്തെ അങ്ങനെ കൺട്രോളിങ് ഇല്ലായിരുന്നു. കൺട്രോളിങ് ഉണ്ട്, ഡ്യൂക്ക് അത് പറയുന്നുണ്ട്, പക്ഷെ അവളുമായിട്ട് ഡിസ്കസ് ചെയ്തില്ല. ഡ്യൂക്കിന് ഇപ്പോൾ ആ പെയിൻറ്റിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നോ വൺ ഈസ് അലൗഡ് ടു ഡ്രോ ദ കർട്ടൻ വിത്തൗട്ട് ഹിസ് പെർമിഷൻ. അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ആർക്കും തന്നെ ആ കർട്ടൻ വലിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം ആരൊക്കെ തൻ്റെ ലാസ്റ്റ് ഡച്ചസിൻ്റെ പെയിൻറ്റിങ് കാണണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഡ്യൂക്ക് തന്നെയാണ്. അപ്പം ആർക്കും തന്നെ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ആ പെയിൻറ്റിങ് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് ആ പെയിൻറ്റിങ്ങിനെ തന്നെ. മരിച്ചിട്ട് പോലും കൺട്രോൾ ചെയ്യുന്നു. ദ ലിസണർ ഓഫ് ദി പോം എന്ന് പറയുന്നത് ഒരു എൻവോയ് ആണ്. എൻവോയ് എന്ന് വെച്ചാൽ ഒരു മെസ്സഞ്ചർ. കൗണ്ട് ഓഫ് ദി ലാൻഡ്, ഒരു ലാൻഡിലെ കൗണ്ടിൻ്റെ മെസ്സഞ്ചറാണ്. എൻവോയ് ഒരു മാരേജ് പ്രപ്പോസലായിട്ടാണ് വന്നിരിക്കുന്നത്. ഡ്യൂക്കിന് വേണ്ടിയിട്ട് ഒരു മാരേജ് പ്രപ്പോസലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം എന്താണ് ഡച്ചസ് മരിച്ചു, ഇനി പുതിയൊരു മാരേജിന് വേണ്ടി ഒരു എൻവോയ് വന്നിരിക്കുകയാണ്. ഡ്യൂക്ക് പറയുന്നത് കൗണ്ടിൻ്റെ ഡോക്ടർ എന്ന് പറയുന്നത് അയാൾക്കൊരു ഒബ്ജക്റ്റാണ്. ഇപ്പോൾ അവിടെ ഒരു വുമണിനെ ഒബ്ജക്റ്റിഫിക്കേഷൻ ആയിട്ടാണ് കാണുന്നത്. വിമനെ ഒരു ഒബ്ജക്റ്റായിട്ടാണ് കാണുന്നത്. തനിക്ക് ഒരു തനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ്. ഹീ വാണ്ട് ദ ഡൗറി ഫ്രം ദ കൗണ്ടിൽ നിന്ന് ഡൗറിയൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. ദെൻ ദേ വെൻ ടു ഡൗൺ സ്റ്റേജിലേക്കാണ് പിന്നെ അവർ പോകുന്നത്. ഡ്യൂക്ക് പിന്നെ ഒരു നെപ്റ്റ്യൂൺ, ഒരു സിയോസ്. നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ ഒരു സിയോസ് എന്ന് പറയുമ്പോൾ അറിയാലോ, കടൽ കുതിരേനെ മെരുക്കിയെടുക്കുന്നതാണ്. അതിൻ്റെ ഒരു സ്റ്റാച്ചു, ഒരു ബ്രോൺസ് സ്റ്റാച്ചു ആണ് ഡ്യൂക്ക് ആരെ കാണിച്ചു കൊടുക്കുന്നത്, നമുക്ക് ഈ ലിസണറിന് കാണിച്ചു കൊടുക്കുന്നത്. അത് ഒരു ക്ലൗസ് ഓഫ് ഇൻസ്ബർഗ് ആണ് അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഡ്യൂക്ക് ഈ നെപ്റ്റ്യൂൺ ഈ സിയോസിനെ ടേം ചെയ്തിരിക്കുന്ന ആ സ്റ്റാച്ചു കാണിച്ചു കൊടുക്കുകയാണ്. ഇത് സിംബിളൈസ് ചെയ്യുന്നത് ഡ്യൂക്കിനെ നെപ്റ്റ്യൂൺ ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്, അതായത് ഗോഡ് ഓഫ് സീ. ആൻഡ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഓഫ് ഹിം ഹാസ് സിയോസ്. അദ്ദേഹത്തിൻ്റെ ഏത് ഭാര്യ, ഇപ്പം ലാസ്റ്റ് ഡച്ചസ് ആണെങ്കിലും ഇനി വരാൻ പോകുന്ന ഭാര്യയാണെങ്കിലും ഒക്കെ സിയോസ് ആയിട്ടാണ് ഇവിടെ സിംബിളൈസ് ചെയ്യുന്നത്. ഹി വുഡ് ടേം എനി ഡച്ചസ്, ഏത് ഡച്ചസിനെയും, ഏത് ഡച്ചസ്, ലാസ്റ്റ് ഡച്ചസ് ആയിക്കോട്ടെ ഇനി വരാൻ പോകുന്ന ഡച്ചസ് ആയിക്കോട്ടെ, ടേം ചെയ്തെടുക്കുമെന്നാണ് അവിടെ സിംബലൈസ് ചെയ്യുന്നത്. ഡ്യൂക്ക് എന്ന് പറയുന്ന ഭയങ്കര കൺട്രോളിങ് ആൻഡ് സൈക്കോട്ടിക് ക്യാരക്ടറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അപ്പം. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.